കാരണം എനിക്ക് വിശപ്പും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവില്ല. വന്നിട്ട് പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കഞ്ഞി വേണ്ട. എന്റെ അമ്മ ഒരൊറ്റ അറപ്പ് കഞ്ഞി കുടിക്കും മോളെ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് എനിക്ക് കഞ്ഞി അല്ലെങ്കിൽ ചോറ് വേണം, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി. അമ്മ പുറത്തു പോയിട്ട് പറഞ്ഞു സരിയൊക്കെ എന്തോ വട്ടായും തോന്നുന്നു. കാരണം അങ്ങനെ ആരും പറയില്ലല്ലോ. പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആരെയും കഞ്ഞിയും കൂടി കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എനിക്കത് മനസ്സിലായില്ല എന്താ. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കായിരുന്നു എനിക്കൊരു ആൺകുച്ച് വേണമെന്നുള്ള എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നോക്കിയപ്പോ അത് ആൺകുച്ച്. അങ്ങനെ അവർ മരുന്ന് വെപ്പിച്ചു, എന്നെ കൊണ്ട് പ്രസവിപ്പിച്ചു, എന്റെ കൈ കൊണ്ട് കാണിച്ചു. പക്ഷെ എനിക്കത് ഓർമ്മയില്ല എന്താ കണ്ടിനോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ അമ്മേന്റെ അച്ഛന്റെയും കൈ കൊടുത്തപ്പോഴത്തേക്ക് അവരാകെ ഭയങ്കര ഇമോഷണലി ആയിട്ട് എന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്, എന്റെ വീട്ടിലാണ് കുഴിച്ചൊക്കെ ഇട്ടത്. പക്ഷെ അപ്പോ പിന്നെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും കാണാൻ വരികയായിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബോഡിക്ക് അറിയില്ലല്ലോ കൊച്ചുണ്ടോ ഇല്ലേ. അപ്പൊ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വേറെ പല ബുദ്ധിമുട്ടും. അപ്പൊ ഓരോരുത്തർ കാണാൻ വരുമ്പോ അവര് പറയുന്നത് എന്താ വെച്ചാൽ അത് പലരും ഇങ്ങനെ പറഞ്ഞു 10 മാസം ചുമന്ന് പ്രസവിച്ചൊരു കുട്ടിയില്ലല്ലേ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെയുള്ള ഏത് വ്യക്തി മരിച്ചാലും അവരെ 10 മാസം ചുമന്നിട്ട് തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് സത്യം പറയണ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത്. അതാണ് എനിക്ക് ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവത്തിനെ പോലെ ഞാൻ കാണുന്നത്. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത് ഇനി എന്നെ അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട്